ഓഫ് റോഡിങ്ങിനോട് എനിക്ക് കൂടുതൽ താല്പര്യം വരാൻ കാരണം ഞാനൊരു ജീപ്പ് വാങ്ങി, ഒരു താറ് വാങ്ങിച്ചു. ആ താറും കൊണ്ട് കോമ്പറ്റീഷൻ ഇറങ്ങി തുടങ്ങി. അങ്ങനെ അതുകൊണ്ട് കുറേ അങ്ങ് തോറ്റു. അപ്പോൾ തോറ്റപ്പോൾ എനിക്ക് തോന്നി ഇതിനെ കുറിച്ച് പഠിക്കണം എന്ന്. അത് എനിക്ക് എങ്ങനെയും ജയിക്കണം എന്നൊരു ആഗ്രഹമായി. എൻ്റെ കോമ്പറ്റീറ്റേഴ്സ് എല്ലാവരും ആദ്യം കുറേ പേര് എന്നെ വന്ന് കളിയാക്കാൻ തുടങ്ങി. എനിക്കറിയാത്ത രീതിയിലുള്ള കളിയാക്കലും, അതായത് ഞാൻ വിചാരിക്കും അതൊരു അപ്രീസിയേഷൻ ആണെന്ന് വിചാരിക്കും, പക്ഷെ അതൊരു തൂക്കലായിരുന്നു. അങ്ങനെ പല കളിയാക്കലും വന്നു. അപ്പോൾ പിന്നെ അവസാനം ജയിക്കണം എന്നുള്ളൊരു വാശി വന്നു കുറേ കഴിഞ്ഞപ്പോൾ. ഒരു 4 വർഷം അടുപ്പിച്ച് തോറ്റുകൊണ്ടിരുന്നു. അങ്ങനെ 4 വർഷം കഴിഞ്ഞാണ് ഞാനിതിനെക്കുറിച്ച് പഠിക്കുന്നത്. 4 വർഷം ആ താറ് തന്നെ എനിക്ക് മാറ്റാതെ ഞാനിങ്ങനെ കൊണ്ടുകിടന്ന് പിന്നെ അവസാനം വിചാരിച്ച് കോമ്പറ്റീഷൻ നിർത്താമെന്ന് വിചാരിച്ച് കോമ്പറ്റീഷൻ നിർത്തി. 2018 ലാസ്റ്റിൽ ഞാൻ കോമ്പറ്റീഷൻ നിർത്തി, ഓടിക്കൽ നിർത്തി. എന്നിട്ട് റെയിൻ ഫോറസ്റ്റ് ചലഞ്ച് എന്ന് പറഞ്ഞ ഇവൻറ്റിൽ ഞാൻ കാണാൻ 2 തവണ KTM ജീപ്പേഴ്സ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ക്ലബിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയി അവിടെ വെച്ച് ഒരു ഇവൻറ്റ്, അതായത് RFCയുടെ ഒരു ടാഗ്, ഒരു കോമ്പറ്റീറ്റർ ടാഗ് കഴുത്തിലിടുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അന്ന് ഞങ്ങളുടെ ക്ലബിൻ്റെ ഹെഡുമായിട്ട് സംസാരിച്ച് പുള്ളി പറഞ്ഞു, ഈ വർഷം നീ എൻ്റെ കൂടെ കോ ഡ്രൈവറായിട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ RFCയുടെ കോ ഡ്രൈവറായിട്ട് ഇറങ്ങി. അതെനിക്ക് ഭയങ്കര ഒരു മോശം അവസ്ഥയായിരുന്നു. കാരണം കോ ഡ്രൈവർക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ഭയങ്കരമായിട്ട് വേണം. അപ്പം ഫിസിക്കലി ഞാൻ അത്ര ഫിറ്റ് അല്ല, അത് എൻഡുറൻസ് ഇല്ല. കോ ഡ്രൈവർക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ കോ ഡ്രൈവർ ഒരുപാട് ഓടാനും പിഞ്ച് ചെയ്യാനൊക്കെ ഉണ്ടാവും. ഒരേ സ്റ്റേജിൽ തന്നെ 15 മിനിറ്റ് സ്റ്റേജ് ആണെങ്കിൽ ഒരു 10-12 മിനിറ്റ് കോ ഡ്രൈവർ വണ്ടിയുടെ പുറത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇരിക്കുകയല്ല, പുറത്തിറങ്ങി പണിയെടുക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇനീഷ്യലി ഞാനൊരു 4-5 സ്റ്റേജിൽ ഞങ്ങൾ അത്യാവശ്യം പണിയെടുത്തു. എന്നിട്ടും എൻ്റെ സ്പീഡ് പോരാത്തത് കൊണ്ട് ഞങ്ങൾ 1-2 സ്റ്റേജിൽ DNF ആയി. വിഞ്ചിങ്ങിന് ഭയങ്കര ഫാസ്റ്റ് ആവണം. ഓടിപ്പോയി വിഞ്ച് മരത്തിൽ കൊളുത്ത്, എവിടെയാണോ ആങ്കറുള്ള അവിടെ പോയി കൊളുത്ത് വെക്കണം. അത് ഞാൻ സ്ലോ ആയിട്ട് ചെയ്യും, കാരണം ബ്രീത്ത് എടുക്കണമല്ലോ. അങ്ങനെ ചിലപ്പോൾ ചിലതിലൊക്കെ ബ്രീത്ത് ഇല്ലാണ്ടായി പോകും. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് 1-2 മിനിറ്റൊക്കെ ഇരുന്ന് ശ്വാസം വലിച്ചിട്ടൊക്കെയാണ് പിന്നെ തിരിച്ച് വണ്ടി കയറാം. ആ സാധനം NDTVയുടെ ഒരു ഫീച്ചറിലും കയറി വന്നു. NDTVയുടെ 2018 RFC എന്നുള്ള ഫീച്ചറിൽ കോ ഡ്രൈവർ ഫിസിക്കലി ഫിറ്റ് ആവണം എന്നുള്ളൊരു ഫീച്ചർ NDTVയുടെ ചാനലിലും കയറി വന്നു. സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞ് ആ സ്റ്റേജ് കഴിഞ്ഞോടുകൂടി എന്നെ RFCന്ന് പുള്ളി പുറത്താക്കുകയാണ് ചെയ്തത്. എനിക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് ഞാൻ ഫിറ്റ് അല്ല എന്ന് പറഞ്ഞു എൻ്റെ ഡ്രൈവറോട്. പുറത്തുനിന്ന് പുള്ളിയുടെ ഫ്രണ്ടാണ് പറഞ്ഞു, ഫഹദ് ഫിറ്റ് അല്ല, ഫഹദിനെ പറ്റുമോ നമുക്കെന്ന് ചോദിച്ചു. അങ്ങനെ എന്നെ അതിന്ന് ഇൻസ്റ്റന്റ് പുള്ളി ഒന്നും എന്നോട് ചോദിച്ചും കൂടിയില്ല. പുള്ളി പറഞ്ഞു, നിന്നെ കൊണ്ട് കഴിയില്ല, നീ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എന്നെക്കൊണ്ട് എൻ്റെ തലയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ചെയ്യണ്ടായിരുന്നു. ഒരു കോ ഡ്രൈവിങ് എങ്ങനെ ഫാസ്റ്റായിട്ട് ചെയ്യാന്നുള്ള കാര്യങ്ങൾ. പിന്നെ പലരും ഫിനിഷ് ചെയ്യാത്ത അതിൻ്റെ തലേന്നുള്ള ലാസ്റ്റ് സ്റ്റേജിൽ ആകെ അന്ന് 37 കോമ്പറ്റേറ്റേഴ്സ് ഉണ്ടായിരുന്നു. 37 കോമ്പറ്റേറ്റേഴ്സിൽ ഞങ്ങൾ 4 പേര് മാത്രം ഫിനിഷ് ചെയ്തൊരു സ്റ്റേജ് ഉണ്ട്. ആ 4 പേര് ഫിനിഷ് ചെയ്തതിൽ ഞാനും എൻ്റെ ഡ്രൈവറും ഒന്നാണ്. അതായത് ഒരു ടീമാണ്. 4 ടീം ഫിനിഷ് ചെയ്തതിൽ. കാരണം അന്ന് ഞങ്ങൾ എൻ്റെ തല ഉപയോഗിച്ചു, അതുപോലെ ഫിസിക്കൽ ഫിറ്റ്നസ് വേണമായിരുന്നു. ഞങ്ങൾ ഭയങ്കര വിഷമിച്ച് പോന്നു. അങ്ങനെ കോമ്പറ്റീഷൻ നിർത്തി എൻ്റെ താറൊക്കെ കൊടുത്തൊരു ബൊലേറോ വാങ്ങി എക്സ്പെഡിഷൻ മോഡലിലേക്ക് മാറുമായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ 2-3 പിള്ളേരുണ്ട്. ഒന്ന് എൻ്റെ ബ്രദറിൻലോ, പിന്നെ എൻ്റെ ഫ്രണ്ട് ശ്രീരാഗ് ഉണ്ട്. ഞാൻ ഭയങ്കര ഹ്യൂമിലേറ്റഡ് ആയി. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു. അപ്പോൾ പിള്ളേർ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് തിരിച്ചടിക്കാം, തിരിച്ചു വരാം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്ന് ബൊലേറോ അങ്ങനെ കൊടുത്ത് ഞാനൊരു ജീപ്പ്, സാധാരണ CJ 500 ജീപ്പ് വാങ്ങിച്ചു. ആ ജീപ്പ് വാങ്ങിച്ചിട്ട് ഇന്ന് വരെ ഇറങ്ങിയിട്ട് ഞാൻ ആകെ ഒരു 3-4 ഒരു 5 എണ്ണമൊക്കെ കയ്യിൽ നിന്ന് എൻ്റെ അടുത്ത് പോയിട്ടുള്ളൂ. 5 എണ്ണം മാത്രമാണ് പോഡിയം ഇല്ലാതെ ഞാൻ വന്നിട്ടുള്ളൂ. ഒരു 10, 150, 200 ഇവന്റ് ആ വണ്ടിയിൽ തന്നെ ഞാൻ ഓടിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഈ 5 കൊല്ലം കൊണ്ട് ഞാൻ എൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്തിരുന്നു. എൻ്റെ വണ്ടിയാണ് എന്നെ സപ്പോർട്ട് ചെയ്യാണ്ടിരുന്നത്. പിന്നെ ഞാൻ ചെയ്തത് ആ വണ്ടി ലൈറ്റ് വെയിറ്റ് വണ്ടിയായിരുന്നു. ഏറ്റവും ആദ്യം തന്നെ ചെയ്തത് മറ്റേ വണ്ടിയിൽ താറിൽ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ഹെവി ഡ്യൂട്ടി സാധനങ്ങളും ഞാൻ ഇതിനകത്ത് കയറ്റി. അത് പൊട്ടാത്ത ആക്സിൽ വാങ്ങിച്ചിട്ടു, ലോക്കേഴ്സ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഞാൻ ഈ വണ്ടിക്കകത്ത് കയറ്റി. എന്തൊക്കെ അപ്ഗ്രേഡ് അന്ന് മോട്ടോർ സ്പോർട്ട് ഫീൽഡിൽ ഓഫ് റോഡിങ്ങിൽ ഉണ്ടോ ആ സാധനങ്ങളെല്ലാം ഞാൻ എൻ്റെ ഈ വണ്ടിയിൽ വാങ്ങിച്ചു വെച്ചു. അപ്ഗ്രേഡഡ് ആയിട്ടുള്ള കമ്പണൻസ് എല്ലാം ഞാൻ വാങ്ങിച്ചു വെച്ചു. അത് കാരണം മിനിമൽ ഡാമേജസ് ആയിരുന്നു. എനിക്ക് ട്രാക്കിൽ പൊട്ടി ഒടിഞ്ഞ് കിടക്കാറില്ല. പിന്നെ ഓടിക്കാനും ഞാൻ പഠിച്ചു. ആദ്യത്തെ വണ്ടിയിൽ സ്പീഡിൽ ഓടിച്ചിട്ട്, സ്പീഡാണ് എല്ലാം ഏറ്റവും വലിയ കാര്യം എന്ന് വിചാരിച്ചാൽ എപ്പോഴും സ്പീഡിൽ പോയി എന്തെങ്കിലും ഒബ്സ്റ്റക്കിളിൽ പോയി അടിക്കും, വണ്ടി പൊട്ടും, അങ്ങനെ നാണം കെട്ടിയിരിക്കും. ട്രാക്കിൽ എവിടെയെങ്കിലും പൊട്ടി കഴിഞ്ഞാൽ എൻ്റെ വണ്ടി ട്രാക്ക് എക്സിറ്റ് ചെയ്യാനൊന്നും അവർ കാത്തേക്കില്ല. ബണ്ടിങ് തുറന്നിട്ട് ട്രാക്കിന്റെ പുറത്തേക്ക് വലിച്ചിടും, ബാക്കിയുള്ളവർ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നമ്മളവിടെ നിന്ന് ബാക്കി വണ്ടികൾ ഓടുന്നത്